ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ശരത്ത് ലക്ഷ്മിയമ്മയോട് മാപ്പ് പറയുമ്പോൾ സച്ചിയുടെ കാരുണ്യം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടതെന്നും നീ സച്ചിയോട് വേണം മാപ്പ് പറയാനെന്നും ലക്ഷ്മിയമ്മ പറയുന്നു. തുടർന്ന് സച്ചിയുടെ കാൽക്കൽ വീണ് മാപ്പ് പറയാൻ ഒരുങ്ങുന്ന ശരത്തിനെ സച്ചി തടയുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം നീ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണമെന്നുള്ള എൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരണമെന്ന് സച്ചി ശരത്തിനോട് പറയുന്നു. ശേഷം പരാതി പിൻവലിച്ചതിന് ചന്ദ്രമതിയോട് നേരിട്ട് നന്ദി പറയണമെന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോൾ സച്ചി അത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും രേവതിയുടെ ലക്ഷ്മിയമ്മയുടെ നിർബന്ധം മൂലം എല്ലാവരും ചേർന്ന് ചന്ദ്രമതിനെ കാണാനായി ഭാമയുടെ വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് ഭാമയുടെ വീട്ടിലെത്തുന്ന സച്ചിയോടും രേവതിയോടും കുടുംബക്കാരോടും ചന്ദ്രമതി ദേഷ്യപ്പെടുമ്പോൾ ലക്ഷ്മിയമ്മ ശരത്ത് ചെയ്തതിനെല്ലാം ചന്ദ്രമതിയോട് മാപ്പ് ചോദിക്കുന്നു. ശേഷം അവനെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വക്കീലിന്റെ 5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നുവെന്നും എല്ലാം അമ്മ കാരണമാണെന്നും സച്ചി പറയുന്നത് കേട്ട് ചന്ദ്രമതി ഞെട്ടിപ്പോവുകയും ഒരു 3 ലക്ഷം രൂപയെങ്കിലും വക്കീലിനോട് ചോദിക്കേണ്ടതായിരുന്നുവെന്നും ചിന്തിക്കുന്നു. ശേഷം കേസ് പിൻവലിച്ചതിന് ശരത്ത് ചന്ദ്രമതിയോട് നന്ദി പറയുകയും മൂവരും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ശേഷം അമ്മ തിരികെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് സച്ചി നിർബന്ധിക്കുമ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് ചന്ദ്രമതി തറപ്പിച്ചു പറയുന്നു. തുടർന്ന് അമ്മ വീട്ടിലില്ലാത്തത് കൊണ്ട് അച്ഛൻ അച്ഛമ്മയുടെ അടുത്തേക്ക് പോവുകയാണെന്നും അച്ഛൻ അമ്മേനെ ഡിവോഴ്സ് ചെയ്യാൻ പോലും സാധ്യതയുണ്ടെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കേട്ട് പേടിച്ചു പോകുന്ന ചന്ദ്രമതി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങുന്നു. തുടർന്ന് ചന്ദ്രോദയത്തിലെത്തുന്ന ചന്ദ്രമതിയോട് അകത്തേക്ക് കയറരുതെന്ന് സച്ചി പറയുന്നു. ശേഷം അമ്മ ഒരു അംഗം കഴിഞ്ഞ് വരികയാണെന്നും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാമെന്നും സച്ചി രേവതിയോട് പറയുന്നു. ഇത് കേട്ട് ദേഷ്യപ്പെടുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.